കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തെരച്ചിലിനായി ഡ്രഡ്ജറെത്തി. അധികൃതരുടെ നിർദ്ദേശം കിട്ടിയാലുടൻ ഡ്രഡ്ജിംഗ് തുടങ്ങും. അതേസമയം കാർവാർ ജില്ലാ കളക്ടറുമായി സംസാരിച്ചുവെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ അറിയിച്ചു. 4 മണിയോടെ തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി വ്യക്തമാക്കി. കുറച്ചു നേരത്തെ ഇന്നത്തെ പ്രവർത്തനങ്ങളുടെ പുരോഗതി കളക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തു, കാർവാർ കളക്ടറുമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഏതാണ്ട് നിങ്ങൾ അറിഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു 10-10:30 കൂടിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സമയം കൃത്യമായി ഇത്ര മണിക്കൂർ കൊണ്ട് തീർക്കുമെന്ന് പറയാൻ കഴിയില്ല, കഴിയുന്നത്ര വേഗം തീർക്കും. ഇത് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സമയമാണ് കൃത്യമായി പറയാൻ കഴിയാത്തത്. അപ്പോൾ അത് നേരത്തെ കഴിയുമെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് 4 മണിക്ക് മുമ്പേ കഴിയുമെന്നാണ്. കളക്ടർ അവിടെ വന്നത് കുറച്ചും കൂടി അതിൻ്റെ പെർഫെക്ഷൻ ഉറപ്പുവരുത്താനും ഉള്ളൊരു ശ്രമങ്ങൾ കളക്ടർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അധികൃതരുടെ നിർദ്ദേശം കിട്ടിയാലുടൻ ഡ്രഡ്ജിംഗ് തുടങ്ങുമെന്നും ദിവസവും രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ ഡ്രഡ്ജിംഗ് നടത്തുമെന്നും ഡ്രഡ്ജർ കമ്പനിയുടെ MD മഹേന്ദ്ര ഡോഗ്രെ പറഞ്ഞു. 1 बजे के अंदर हम लोग का कंप्लीट हो जाएगा, 1 o'clock का हम लोग कंप्लीट हो जाएगा. हम लोग 10 दिन का प्रोग्राम है, पहला 3 days का है, उसके बाद वो लोग सेकंड स्टेप है 7 दिन, टोटली 10 days. नहीं ओनली डे लाइट ओनली, नाइट नहीं होएगा, इट इज नॉट पॉसिबल बिकॉज हम लोग को नाइट में अगर हम लोग. വിവരങ്ങളുമായി സിജു കണക്ട് ചെയ്യുന്നുണ്ട്. സിജു, ഈ തെരച്ചിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടോ? മാത്രമല്ല, ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധനയ്ക്ക് മുൻപ് ഒരു മുങ്ങി പരിശോധന വേണമെന്ന് ഈശ്വർ മാൽപ്പെ അടക്കം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പരിശോധന തന്നെയാണോ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്? വർഷ, ഇപ്പോഴും ഈ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി ഈ അപകട സ്ഥലത്തേക്ക് ഈ ഡ്രഡ്ജർ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. 12 മണിയോടുകൂടി തന്നെ ഡ്രഡ്ജർ സജ്ജമായിരുന്നു. 500 മീറ്റർ താഴെയാണ് ഗംഗാവാലി പുഴയിൽ ഇപ്പോൾ ആ ഡ്രഡ്ജർ ഉള്ളത്. ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ മാത്രം മാറി മുന്നോട്ട് പോയാൽ ഈ പരിശോധന തെരച്ചിൽ നടത്തേണ്ട സ്ഥലത്തെത്താൻ കഴിയും. പക്ഷേ ഇപ്പോഴും അത് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 12:30 തന്നെ ഡ്രഡ്ജിംഗ് കമ്പനി 1 മണിയോടുകൂടി സ്ഥലത്തെത്തിച്ച് തെരച്ചിൽ തുടരാൻ കഴിയുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അധികൃതരാരും എത്താത്ത ഒരു പ്രശ്നം നിലവിലുണ്ട്. സ്ഥലം MLA സതീഷ് സെയിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെത്തിയതിനു ശേഷം അനുമതി ലഭിച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് നീങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 12:30 മുതൽ ഇവിടെ ഈ 4:30 വരെ ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഇവിടെ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ പരിശോധന നടത്താൻ കഴിയുമെന്ന്, തെരച്ചിൽ നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഏതായാലും ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ, അതോടൊപ്പം തന്നെ ട്രക്ക് ഉടമ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഷിരൂരിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ ട്രക്ക് ഉടമ, അർജുൻ ഓടിച്ച ട്രക്കിന്റെ ഉടമ മനാഫ് കൂടെ ചേരുന്നുണ്ട്. ഇപ്പോൾ ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ പരിശോധന ഇപ്പോഴും തുടങ്ങാനായിട്ടില്ല. ഒരു 12:30 തന്നെ ഇവിടെ എത്തിച്ചതാണ്. 10 മണി രാവിലെ ഇവിടെ എത്തി ഇതിന്റെ പില്ലറുകളൊക്കെ സ്ഥാപിച്ച് 12-12:30 കൂടിയിട്ട് എല്ലാ ജോലികളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി MLA അതേമാതിരി ഇവിടുത്തെ കളക്ടർ ഇവരൊക്കെ വന്നിട്ട് ഇവരൊക്കെ സമ്മതപ്രകാരം ഇനി എന്താവുള്ളൂ, ഇവിടുന്ന് ഒരു 500 മീറ്റർ അപ്പുറത്തേക്ക് പോവുള്ളൂല്ലോ. അപ്പം എന്താ പറഞ്ഞാൽ ഇത് ഒരു പ്രസനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ ഒരു 12:30 മണി മുതൽ ഇപ്പം ഈ സമയം വരെ ഇവിടെ ഇപ്പം 5 മണിയായി. ഇന്നത്തെ ദിവസം ഇനി ഒന്നും നടക്കൂല. ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 100-200-300 ആൾക്കാർ ഇപ്പോൾ ഇതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മൊത്തം കേരളം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മുന്നേ അർജുനെ കിട്ടിയിട്ട് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടണം എന്നാണ് വിചാരിക്കുന്നത്. അവിടെ ജഗന്നാഥൻ്റെ ഫാമിലിയും ലോകേഷിൻ്റെ ഫാമിലിയും ഒക്കെ നിൽക്കുകയാണ്. രാവിലെ മുതൽ ഞങ്ങളാരും വേറെ ഒന്നും ഇതാക്കാതെ ഇവിടെ ഈ മഴയും വെയിലും ഒക്കെ ഉള്ള കാലഘട്ടം തരണം ചെയ്ത് ഇവിടെ നിൽക്കുമ്പോൾ ഇവർക്ക് ഇതൊരു എന്താ പറഞ്ഞാൽ ഒരു ചടങ്ങ് മാത്രമായിട്ട് തോന്നുമ്പോൾ വിഷമം തോന്നുന്നു. ഇതൊരു എന്താ പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഇതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക അലംഭാവം, അതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ വിഷയം. നേരത്തെ ഇത് ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ തന്നെ 1 മാസത്തിലധികം കാലതാമസം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മതിയല്ലോ, ഈ ഡ്രഡ്ജർ എന്താ പറയുക വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ 3 ദിവസം 4 ദിവസത്തോളം മെനക്കെട്ടിട്ടാണ് ഗോവയിൽ നിന്ന് ഇപ്പം കാണുന്ന ഈ പൊസിഷനിൽ എത്തിയത്. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ അവിടുന്ന് ഈ കളക്ടർക്കും MLAക്കും ഇവിടെ എത്തിപ്പെടാൻ ഇപ്പോഴും സാധിക്കണില്ല. കാരണം ഇവർ ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്യുന്ന രീതി ഏതൊരാൾക്കും മനസ്സിലാവും. ഇത്രേ ഉള്ളൂ.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദിവസങ്ങൾ പോയി കൊടുക്കുകയാണ്. ഈ 3 ദിവസമേ ഇനി തിരയുള്ളൂ എന്ന് പറയുന്നത്. 3 ദിവസം കൊണ്ട് ഈ ഒരു സാധനം വെച്ചിട്ട് എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാൻ കഴിയുക. ഇതിൽ ഇത്രയും ദിവസമായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈശ്വർ മൽപ്പെ ആയിക്കോട്ടെ, മറ്റ് റെസ്ക്യൂ പ്രവർത്തകരായിക്കോട്ടെ, ഇവരെ ആരെയും ഇപ്പോൾ ഉൾപ്പെടുത്തണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴൻ്റെ അടിയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ള ഈശ്വർ മൽപ്പയ്ക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന ഒരു അത്രമാത്രം എക്സ്പീരിയൻസ് ആയി നിൽക്കുന്ന ആളെ ഒരു കാരണമില്ലാതെ മാറ്റി നിർത്തുമ്പോൾ ആവശ്യമുള്ളപ്പോൾ ഉപയോഗപ്പെടുത്തുക, ആവശ്യമില്ലാത്തപ്പോൾ അവഹേളിക്കുന്ന ഒരു രീതി, അതൊക്കെ തെറ്റായ ഒരു ഇതാണ്. ആളവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ കൂടെ അല്പം പറഞ്ഞത് ഇതിനു മുമ്പ് ഈ ഡ്രഡ്ജിങ് നടക്കുന്നതിന് മുമ്പ് ഒന്ന് പരിശോധന നടത്തണം, കാരണം വെള്ളം തെളിഞ്ഞ് നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൽപ്പെ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, സ്വിമ്മിംഗ് പൂളിലെ അത്ര ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഇപ്പം ഈ വെള്ളമുണ്ട്. ഈ സമയത്ത് അവർക്കൊന്ന് എന്താ പറയുക അറിയാലോ, ഇതിൻ്റെ അടിയൊഴുക്ക് വളരെ കുറവാണ്. ഈ കുറഞ്ഞ അടിയൊഴുക്കുള്ള സമയത്ത് ഇത്രയും പ്യുവറായിട്ട് കിടക്കുന്ന വെള്ളം നമുക്ക് തന്നെ ഇവിടെ നോക്കിയിട്ട് അടി കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഓർക്കൊന്ന് ഇറങ്ങിയിട്ട് ആ മനുഷ്യന്മാരെ തിരയാനുള്ള ഒരു അവസാനത്തെ ഒരു അവസരമെങ്കിലും കൊടുക്കണം. കാരണം ഈ ഡഡ്ജർ പണി തുടങ്ങിയോട് കൂടിയിട്ട് വെള്ളം മുഴുവൻ കലങ്ങും. ആ കലങ്ങനോട് കൂടിയിട്ട് ആ പ്രതീക്ഷയും നഷ്ടപ്പെടും. അതിനൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസരം കൊടുക്കുക. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു കെട്ടിപ്പൂട്ടി വെക്കണതെന്നുള്ള ഞാൻ ആദ്യം മുതലേ ചോദിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട വിഷയങ്ങളാണ്. നിരന്തരം ഓരോ ദിവസവും ഇങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് എന്താ പറയുക പ്രതികരിക്കുമ്പോൾ എന്താ പറയുക ആളുകളും വിചാരിക്കും എന്താ ഇവരിങ്ങനെയെന്ന്. പക്ഷേ ഈ ഇവിടെ വന്ന് കാണുമ്പോൾ അറിയാലോ. ഓക്കെ, അതാണ് പറയുന്നത്. മനാഫാണ് സംസാരിച്ചത്. കാരണം 12:30 കൂടി ഡ്രഡ്ജർ സജ്ജമായിട്ടും അങ്ങോട്ടേക്ക് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല. MLA എത്തിയിട്ടില്ല, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ എത്തിയിട്ടില്ല. ഏതായാലും ഇന്നിനി തിരച്ചിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം എത്തി 1 മണിയോട് കൂടി തന്നെ ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 12:30 കൂടി തന്നെ ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിച്ചിരുന്നു. പക്ഷേ കാർവാർ MLA അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അടക്കം എത്താത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിനാൽ തെരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.